നമ്മളെല്ലാവരും മദേഴ്സ് ഡേ ആചരിക്കുന്ന ദിവസമാണല്ലോ അല്ലേ? മദേഴ്സ് ഡേ ഒക്കെ ആകുമ്പോൾ നമുക്കൊരു മധുരം കഴിക്കണ്ടേ? അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കോക്കനട്ട് ലഡു ആണ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് 4 ഇൻഗ്രീഡിയൻസ് മാത്രം മതി. തന്നെയുമല്ല നമുക്കൊരു 5 മിനിറ്റ് കൊണ്ടൊക്കെ ഇത് ഉണ്ടാക്കാൻ സാധിക്കും. നോക്കിയാലോ എങ്ങനെയാണ് നമുക്ക് കോക്കനട്ട് ലഡു ഉണ്ടാക്കുന്നത്? കോക്കനട്ട് ലഡുവിന് വേണ്ട ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണ്, അതായത് ഡ്രൈ കോക്കനട്ട്. ഇത് ഇങ്ങനെ തന്നെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ വാങ്ങിക്കുമ്പോൾ അൺസ്വീറ്റൻഡ് ആയിട്ടുള്ള കോക്കനട്ട് വേണം വാങ്ങിക്കാനായിട്ട്, അതായത് മധുരമില്ലാത്തത്. ഇല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ തേങ്ങ ചിരണ്ടിയിട്ട് അത് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇതിങ്ങനെ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ കുറച്ച് വലിപ്പത്തിലാണിത് കിട്ടുന്നത്, ഇതിൻ്റെ സൈസ്. അത് നമുക്ക് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇത് ഞാൻ മിക്സിക്കകത്തിട്ട് ഇതൊന്ന് പൊടിച്ചെടുത്താണ്. ഇപ്പോൾ ഇത് കണ്ടോ, നന്നായിട്ട് ചെറുതായിട്ട് അത് പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ആ ഒരു രൂപത്തിൽ വേണം നമ്മളിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇത് കണ്ടോ, ഇതിപ്പം നല്ല ചെറിയ തരിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഗീ വേണം. ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഗീ ആണ്, നമ്മുടെ ബട്ടർ ഉരുക്കി ഉണ്ടാക്കിയ ഗീ ആണ് ഉപയോഗിക്കുന്നത്. അതൊരു 1 ടീസ്പൂൺ വേണം. പിന്നെ കുറച്ച് ഏലക്കാപ്പൊടി, അതൊരു 1/4 ടീസ്പൂൺ മതിയാവും. പിന്നെ വേണ്ടത് കുറച്ച് കണ്ടൻസ് മിൽക്കാണ്. അത് ഏകദേശം ഒരു 30 ml ഉണ്ട് കണ്ടൻസ് മിൽക്ക്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരുന്ന ഗീ അതിനകത്തേക്ക് ഇടാം, അതായത് നെയ്യ്. അതിട്ടതിന് ശേഷം അത് ഉരുകി വരുമ്പോൾ നമ്മൾ പൊടിച്ചു വെച്ചിരുന്ന കോക്കനട്ട് അതിനകത്തേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ആ കോക്കനട്ട് മുഴുവൻ തന്നെ നമുക്ക് അതിനകത്തേക്ക് ഇടാം. അതിന് ശേഷം നമുക്കതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അത് ഓൾറെഡി ഡ്രൈ ആണ്, പക്ഷേ അതിൻ്റെ ആ ഫ്ലേവറൊക്കെ ഒന്ന് പുറത്ത് വരാൻ വേണ്ടി നമ്മൾ ചെറുതായിട്ടൊരു 1-2 മിനിറ്റ് ചെറിയ ഫ്ലെയിമിലിട്ട് നമ്മളിങ്ങനെ വറുത്തെടുക്കണം. അതിൻ്റെ കളറൊന്നും ഒട്ടും മാറിപ്പോകരുത്. കളർ മാറിപ്പോകുമ്പോഴത്തേനും അത് നമ്മളുണ്ടാക്കുമ്പോൾ കാണാൻ തന്നെ ഒരു ഭംഗി വരത്തില്ല. അതുകൊണ്ട് ചെറിയ ഫ്ലെയിമിലിട്ട് ഇങ്ങനെ ഒന്ന് വറുത്തെടുക്കണം. ഇത്രയും ചെയ്താൽ മതി. ഇത് കണ്ടോ, ഈ ഒരു കളർ തന്നെ ഇത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അത് ആ പാനിൽ നിന്നും വേറൊരു പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. കാരണം പാനിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കളർ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. ഇനി നമുക്കതിനകത്തേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. അതോടെ ഇട്ടതിന് ശേഷം നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലായിടത്തും തന്നെ ആകത്തക്ക വിധം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം നമുക്ക് കുറച്ച് കണ്ടൻസ് മിൽക്ക് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുത്ത് അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അത് വേണമെങ്കിൽ നമുക്ക് കൂടുതൽ ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയും ഒഴിച്ചതിന് ശേഷം നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഉരുട്ടാനൊരു പാകം വേണം, ആ ഒരു പരുവത്തിൽ വേണം നമ്മളിത് എടുക്കാനായിട്ട്. ഇത് നമുക്കത് കൈകൊണ്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോഴാണ് നമുക്കതിൻ്റെ പാകം ശരിക്കും അറിയുന്നത്. കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിത് നോക്കിയപ്പോൾ കുറച്ച് കുറവായിരുന്നു, അതുകൊണ്ട് കുറച്ചുകൂടെ കണ്ടൻസ് മിൽക്ക് അതിനകത്തേക്ക് ആഡ് ചെയ്തു. ഇനി നമുക്ക് കൈകൊണ്ട് അത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഒരു പരുവെന്ന് പറയുന്നത് നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാൻ പറ്റണം. ആ ഒരു പരുവം വരെ നമ്മൾ കണ്ടൻസ് മിൽക്ക് അതിനകത്തേക്ക് ആഡ് ചെയ്യണം. ഇപ്പം ഞാൻ നോക്കിയപ്പോൾ നന്നായിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്ക് കയ്യിൽ കുറച്ച് നെയ്യ് തടവിയതിന് ശേഷം ഇങ്ങനെ ചെറിയ ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാം. ഇത് കണ്ടോ, നല്ലൊരു പെർഫെക്റ്റ് ബോളായി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ഒരു കോക്കനട്ടിൻ്റെ കുറച്ച് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, അതിനകത്തേക്ക് നമ്മളൊന്നൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. അതുകൂടെ ഇട്ട് കൊടുക്കുമ്പോഴാണ് കാണാനായിട്ട് നമുക്കൊരു ഭംഗി വരുന്നത്. ജസ്റ്റ് കാണാൻ വേണ്ടി ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ നമ്മളൊന്ന് അതിനകത്തൊന്ന് റോൾ ചെയ്തതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് എടുത്ത് വെക്കാം. ഇതുപോലെ തന്നെ നമ്മൾ അത് മുഴുവനും തന്നെ ഇതുപോലെ ഉരുട്ടിയെടുക്കുകയാണ്. നമ്മൾ കൈ വെച്ചൊന്ന് റോൾ ചെയ്താലും നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഷേപ്പ് കിട്ടിക്കോളും. അപ്പോൾ നമ്മുടെ കോക്കനട്ട് മിക്സ് മുഴുവൻ തന്നെ ഞാനിവിടെ ഉരുട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളൊരു ഡെക്കറേഷന് വേണ്ടി കുറച്ച് പിസ്റ്റാച്ചിയോസ് അതിൻ്റെ മുകളിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആൽമണ്ടോ അല്ലെങ്കിൽ കാഷ്യൂനട്ടോ എന്ത് വേണമെങ്കിലും ഇതുപോലെ വെക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ പിസ്റ്റാച്ചിയോ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാനിങ്ങനെ വെച്ചു എന്ന് മാത്രം. പിന്നെ നമുക്ക് കുറച്ച് കളർഫുൾ ആക്കണമെങ്കിൽ അതിനകത്ത് കുറച്ച് കളർ ആഡ് ചെയ്താൽ മതി. നമ്മളിത് മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് ഏത് കളറാണോ നമുക്ക് വേണ്ടത് ആ കളർ നമുക്ക് ആഡ് ചെയ്താൽ ഇതുപോലെ കളർഫുള്ളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. എങ്ങനെയുണ്ട് നമ്മുടെ കോക്കനട്ട് ലഡു? ഇഷ്ടപ്പെട്ടോ? നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുമല്ലോ. ഒരു 5 മിനിറ്റ് പോലും എടുത്തില്ല ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടി ചെയ്യുക കേട്ടോ. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത ആഴ്ച വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അമ്മമാരായ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി മദേഴ്സ് ഡേ.